വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ആ വിശ്വാസത്തിൽ ഒരു ഭയം ഉണ്ടാകും. നമ്മൾ കാണിച്ച ഉടായ്പകളെല്ലാം നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് പറയില്ലേ? ഞാൻ വളരെ ഡീസൻ്റ് ആയിരുന്നു, ഉടായിപ്പയില്ലായിരുന്നു. ചേട്ടാ ശരിക്കും എന്താ ഈ ജെൻസി എന്ന് പറഞ്ഞാല്? എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ. ജെൻസി എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ യൂത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരാണ്, അടിച്ചുപൊളി പിള്ളേരാണെന്ന്. അതാണ് എൻ്റെ ഒരു ആണോ? അതെ അല്ല, ഇതാണ് കംഫർട്ട് ആവണം. അതായത് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവണം. അപ്പോഴേ സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്നും പറയാറില്ല. എല്ലാം കേൾക്കും. നല്ല ലിസണറാണ്. ശരിക്കും ഷാജിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒരു രഹസ്യമില്ല, സമാധാനമായിട്ട് എന്നും ഹാപ്പി ആയിട്ടിരിക്കാറുള്ളതാണ് അല്ലേ? ഹായ് ഹലോ, ഫോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അറ്റെന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഷാജി ചേട്ടനും ഡോൺ ചേട്ടനും അതുപോലെ തന്നെ ആകാശ് ചേട്ടനാണ്. മൂന്നുപേർക്കും സ്വാഗതം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. വിശേഷം നമ്മുടെ പുതിയ സിനിമയാണ് അറ്റ്, അല്ലേ? എന്താണ് ശരിക്കും അറ്റ്? കുറെ പറഞ്ഞു മടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, എന്നാലും അറ്റത്തുനിന്ന് തുടങ്ങട്ടെ. ഞാൻ അറ്റ് സൊസൈറ്റി നടക്കുന്ന പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഡാർക്ക് വെബ് ബേസ്ഡ് ആയിട്ട് ആദ്യത്തെ മലയാള പടമാണ് അറ്റ്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്, അതിലുപരി ഒരു ഡോൺ മാക്സ് മൂവിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കാരണം വലിയ താരനിരകളൊന്നും ഇല്ലാതെ തന്നെ ഒരു എഡിറ്റർ കം ഡയറക്ടറിന്റെ ഫാസ്റ്റ് കട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജെൻസി വൈബ് പിടിക്കുന്ന ഒരു മൂവിയാണ്. ജെൻസിൽ എങ്ങനെ ഷാജി ചേട്ടൻ വന്നേ? ചോദിക്കേ. ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഷാജി ചേട്ടനെ യൂസ് ചെയ്യുന്നത്. സാധാരണ ഏതൊരു വീട് പണിയുമ്പോഴും കരിങ്കണ്ണ നോക്കണം കണ്ണു വയ്ക്കാതിരിക്കുക. അപ്പൊ അതിനകത്ത് ഷാജി ചേട്ടൻ കണ്ണു വയ്ക്കാതിരിക്കാനാണോ ഷാജി ചേട്ടൻ സിനിമയിലേക്ക് എടുത്തത്? എന്നുവെച്ചല്ല, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിനിമകളിൽ അച്ഛന്മാർ വരാറില്ല. പക്ഷേ ഈ സിനിമയിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായ ഒരു ഏരിയയിലാണ്. അപ്പം അത് പ്രേക്ഷകർ ഓക്കെ, ഇത് ജെൻസി ആണെങ്കിൽ അതിന് ഒരു അച്ഛനുണ്ടാവും. അതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചേട്ടൻ ഷാജി ചേട്ടൻ ജെൻസിയാണോ? ഞാൻ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യം വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായിട്ടൊക്കെ വന്നത്. അപ്പം പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വെച്ചോളൂ, നരയിടുന്ന മേക്കന്മാരെ വിളിക്കും, നരയിടിച്ച് ഒരു ആളെ ഒരു ഷർട്ടൊക്കെ തന്ന് ഒരു പാൻറ് തന്നു. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഒറ്റ സെക്കൻഡോട് ജെൻസി തകർന്ന് തരിപ്പണമായി. പിന്നെ പുതിയ കുറേ പിള്ളേരെല്ലാം വന്നു. രസമായിരുന്നു. ആക്ച്വലി അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ, ഒരു ഏജിൽ. അതിപ്പോഴല്ല, പക്ഷെ ഡോൺ അന്ന് വരണമായിരുന്നു. അന്ന് ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസങ്ങൾ, നമ്മൾ ഏത് ക്യാരക്ടറാണെങ്കിൽ കുറച്ച് ദിവസം അഭിനയിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് പോയി. അങ്ങനെ ആയിരുന്നു കുറേ ദിവസം അടുപ്പിച്ച്. വേറെ സിനിമകൾ, നമ്മളിപ്പോൾ പല സിനിമകളും ചെയ്യുമ്പോൾ ഞാൻ ഒരേ സമയം ചെയ്യുന്ന സിനിമകളുണ്ടാവും. അപ്പോൾ ചെറിയ റോളുകളാകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നമ്മൾ അഭിനയിച്ചു പോകും. അപ്പോൾ ഇന്ന് ഈ ക്യാരക്ടർ കഴിഞ്ഞ് വേറൊരു ക്യാരക്ടറായിരിക്കും അപ്പുറത്ത് ഉണ്ടാവും. അപ്പോൾ ഇതങ്ങനെയല്ല, ഒറ്റ 35 days 40 days ഒറ്റയടിക്കാണ്. അപ്പോൾ ആക്ച്വലി ഒരു ഹീറോ ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ക്യാരക്ടർ വിടില്ല. മാക്സിമം ആ ക്യാരക്ടർ തന്നെ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. വേറെ എവിടെയും പോവാതെ പൂർണ്ണമായിട്ടും ശിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഡോണിനൊപ്പം. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡോൺ ചേട്ടൻ തന്നെയാണോ എഡിറ്റിംഗ് ചെയ്തത്, ഡയറക്റ്റും ചെയ്തത്? ആണ്. എങ്ങനെയാ രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റിയേ? ഡയറക്ഷൻ ആദ്യം നടന്നു, പിന്നീടാണ് എഡിറ്റിംഗ് എന്നല്ലേ? അതെ. സ്പോട്ട് വരെ ചെയ്യുന്നുണ്ടെങ്കിലും ഡയറക്ടർ അതെല്ലാം കറക്റ്റായിട്ട് ഇതിട്ടല്ലേ പോവുക, ക്ലിയർ ചെയ്തല്ലേ പോവുക. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എഡിറ്റിങ്ങിന് സമയം കിട്ടി. ഇതിൻ്റെ കഥ പറയുന്ന രീതി ആക്ച്വലി കുറച്ച് വേറെ ഒരു പാറ്റേൺ ആണ്, സ്ട്രക്ചർ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു എഡിറ്റിംഗ് ടേബിളിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഈ ഫിലിമിലുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിൻ്റെ VFXൻ്റെ ചില പോർഷൻസ് അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ എഡിറ്റിംഗ്. നോർമൽ ഒരു ഫിലിമിൻ്റെ എഡിറ്റിംഗ് പാറ്റേണിൽ ഈ പടം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ എഡിറ്റ് ഇതിലേക്ക് വന്നത്. അപ്പം എനിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാകും, ഇതാണ് കാരണം നമ്മളിതൊരു ഓർഡറിലല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു കുറച്ചധികം ഫുട്ടേജസ് ഉണ്ട്, നോൺ ലീനിയറാണ് പടം. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമ്മറി ഉണ്ടാക്കുക എന്ന് പറയുന്നത്
കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ അതിന് ഒരു നോർമൽ ഫിലിം എടുക്കുന്നതിൻ്റെ ഒരു 2 times മുകളിൽ ടൈം എടുത്തു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര നാളെടുത്തിട്ടുണ്ടാവും? ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ്. 3ാമത്തെ വർഷമാണ്. ഷൂട്ട് കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു ക്ലോസ്ലി 1 year എടുത്തു. VFX ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷനും ഒരു 1 year എടുത്ത് എടുത്തു. പിന്നെ ഈ ഒരു സ്റ്റോറിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആകാശ് പറഞ്ഞത് ഒരു ജെൻസി ഫിലിമാണ്. അപ്പം ഒരു ജെൻസിയുടെ തോട്ട് എങ്ങനെയായിരുന്നു ചേട്ടന് വന്നിരുന്നത്? ഞങ്ങൾ അന്ന് ആലോചിക്കുമ്പോൾ ജെൻസി എന്നുള്ള ടേം ഇല്ല ആക്ച്വലി. ഇപ്പോഴാണല്ലോ ജെൻസി ഭയങ്കര കോമൺ ആയിട്ട്. ഷജിത അതെ അതെ, ഇപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ജെൻസി എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴല്ല, ഇപ്പോഴാണ് കുറച്ച് ട്രെൻഡ് ആയത്. ഷാജിച്ചേട്ടൻ ഓൾറെഡി ഷുഗർ ഡാഡിയാണ്. ഷുഗർ ഡാഡി നോക്കേ, സന്തൂർ ഡാഡി ഉദ്ദേശിച്ചു ഷുഗർ ഡാഡി. ഷുഗർ ഡാഡി സത്യം പറയാ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി? പല രഹസ്യങ്ങളും പുറത്തു വരുന്നുണ്ടെന്നൊക്കെ. ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താക്കൂട്ടാ. സന്തൂർ ഡാഡി എന്നാണ് സന്തൂർ ഡാഡി ഉദ്ദേശിച്ചത്, ഷുഗർ ഡാഡി ആയി. കറക്റ്റ്, പക്ഷെ യോജിച്ചില്ലേ അത്? അതാണ് അതിൻ്റെത്. ആകാശം യോജിച്ചു, ഞാൻ യോജിക്കുന്നില്ല. ആകാശ് ജെൻസിയാ. ആകാശിന്റെ കാലമല്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആ ജെൻസി തോട്ടിലേക്ക് വന്നിരുന്നത്? ജെൻസി തോട്ടിലേക്ക് വന്നത് എപ്പോഴും ജെൻസി തോട്ടില്ല, എല്ലാം പുതിയ ഫാഷൻ വൈസും തോട്ട് വൈസും എല്ലാം ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഫുൾ അപ്ഡേറ്റഡ് ആണ്. നമ്മളിപ്പോ അങ്ങനെ ബാക്കിയുള്ളവരെ പോലെ അല്ല, ഭയങ്കര ഫോർവേഡ് ആണ് പുള്ളി. സബ്ജക്റ്റ് ചൂസ് ചെയ്തു. ആദ്യം ഇങ്ങനെ തോട്ട് വന്നു. അത് കഴിഞ്ഞ് അതിന് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു ആദ്യം ആലോചിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അത് ടൈം എടുക്കും, കുറച്ച് പ്രോസ് ടൈം എടുക്കുന്ന ഇതാണ്. ഇത് ടൈം എടുത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, അത് കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഈ സബ്ജക്റ്റ് ചിലപ്പം കാലഹരണപ്പെട്ടു പോകും, കാരണം അത്രയും. അപ്പം അങ്ങനെ ഇതിലേക്ക് ഈ സബ്ജക്റ്റ് പിക്ക് ചെയ്യുന്നു. പിന്നെ അത് അധികം പേര് പറഞ്ഞിട്ടില്ലാത്തൊരു സെഗ്മെൻ്റാണ് ഈ ഡാർക്ക് വെബ്. അപ്പം അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് ഈ ജെൻസി തോട്ടിലേക്ക് വരുന്നത്. ഇത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ട് ഷാജിച്ചേട്ടന്? പൂർണ്ണമായിട്ടും ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പറ്റുന്ന ഒരു സിനിമയാണെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ, ഫാമിലി എന്റർടൈൻമെന്റ് ആണോ അതോ ലൈക്ക് അല്ല ആക്ച്വലി അല്ല, പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു തോട്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ ആക്ച്വലി നമ്മൾ പറയുന്ന പശ്ചാത്തലം ഡാർക്ക് വെബും ഈ പറയുന്ന ജെൻസി ഈ ഒരു ലൈനായിരിക്കും. പക്ഷെ ഇമോഷനും മ്യൂസിക്കും സോങ്സും കഥയും എല്ലാം അതിൻ്റെ ഒരു ഘടകമായിട്ട് അതിലൂടെയാണ് ഈ പോകുന്നത്. പൂർണ്ണമായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആ കൂടെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പറയുന്ന കഥയാണ്, പക്ഷെ പശ്ചാത്തലം കുറച്ച് കൂടിയ ഇനമാണ്. ആകാശിന്റെ ഫസ്റ്റ് ഫിലിം അല്ലേ ഇത്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഷാജോട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഉള്ളതായിരുന്നു ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ. പിന്നെ ഡോണറ്റനാണെങ്കിലും അതേപോലെ തന്നെയാണ്. എന്താണ് പുള്ളിക്ക് വേണ്ടത് എന്നുള്ളത് വളരെ ഡിസ്ക്രൈബ് ചെയ്തു തരും. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പെർഫോം ചെയ്യേണ്ടി വരും. ഭയങ്കര കംഫർട്ടായിരുന്നു. നായകനാണല്ലേ ഈ സിനിമയില്? എങ്ങനെയാണ് ഡോൺ ചേട്ടാ നായകനായിട്ട് ആകാശിനെ സെലക്ട് ചെയ്തത്? നമ്മൾ ഇതിനൊരു ഹീറോ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ നോക്കിക്കൊണ്ടിരുന്ന ടൈമാണ് ഷാജിച്ചേട്ടനാണ് സജസ്റ്റ് ചെയ്യുന്നത് ആകാശിന്. ആകാശ് ഓൾറെഡി അപ്പം ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് വന്ന് നിൽക്കുന്ന ടൈമാണ്. അങ്ങനെ ആകാശിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, സബ്ജക്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ ആകാശിനും അത് കണക്റ്റായി, ആകാശ് എക്സൈറ്റഡ് ആയി. ആകാശിന് അപ്പോൾ ആകെ ഒരു ഡൗട്ട്, ആകാശിന് അത് ചെയ്യാൻ പറ്റുമോ, കാരണം പുള്ളി ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊരു കൺസേൺ ഉണ്ടായിരുന്നു ആകാശിന്. പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. പക്ഷെ അതിനുവേണ്ടി ആകാശ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് എസ്പെഷ്യലി ജിം ട്രെയിനിങ്, ആക്ഷൻ കൊറിയോഗ്രാഫി ട്രെയിനിങ്, മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിങ്, അങ്ങനെ അതെല്ലാം ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്തു. അതൊരു വലിയൊരു ഹാർഡ് വർക്കായിരുന്നു ആകാശിൻ്റെ സൈഡിൽ. പിന്നെ ഇത് ഷൂട്ട് ചെയ്ത ഇതാണെങ്കിലും ഒരുപാട് ആക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾ ആക്ഷൻ ചെയ്യുമ്പം അതിനകത്ത് അപകടങ്ങൾ കൂടാനുള്ള സാധ്യതയാണ്. നമ്മൾ അതൊക്കെ അങ്ങനത്തെ ഒന്നും ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ആകാശത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്തൊരു 3-4 ഏരിയ
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതൊക്കെ ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ ആകാശ് ഒത്തിരി നന്നായിട്ട് ഒരുപാട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഷാജി ചേട്ടൻ എങ്ങനെയായിരുന്നു ആകാശിനെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ആകാശിനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഞാൻ സച്ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് അവിടെ എപ്പോഴും വീടുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ആകാശിനെ അവിടെ വെച്ച് കാണുകയും ആകാശ് കാണാൻ ഒരു ഹീറോ ലുക്കുള്ള ഒരാളാണ്. അന്ന് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പടത്തിലൊരു ഹീറോ വേണം, കുറച്ച് മാസമായി ആയിരിക്കണം, പെർഫോമൻസ് കാസായിടണം, ഫൈറ്റ് കുറച്ച് സൈസും എല്ലാം ഉണ്ട്, ഹൈറ്റും വെയിറ്റും എല്ലാം ഉണ്ട്. ഞാൻ ഡോണിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഡോണ് കുറച്ച് വണ്ണമുണ്ട്, അതവൻ കുറയ്ക്കായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഡോൺ അപ്പോൾ തന്നെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കണ്ടു ശേഷം പറഞ്ഞ് കുറയ്ക്കാമെന്നുള്ള സംസാരിച്ച് അതിനനുസരിച്ച് വണ്ണം കുറച്ച് ഈ ട്രെയിനിങ് എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ സെറ്റായി. ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ടാണ് പുള്ളിയുടെ എൻട്രി എന്ന് പറയുന്നത്. ആകാശിന്റെ ഒരു ഫസ്റ്റ് ഷോട്ട്, ഇപ്പം ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരു സീൻ എടുക്കുമ്പോൾ ഉള്ള ഒരു ക്യാമറ ഫേസ് ചെയ്തപ്പോൾ ഉള്ള ഒരു പേടി എന്തായിരുന്നു? ഫസ്റ്റ് ഷോട്ട് എടുത്ത സമയത്ത് സത്യം ഞാൻ ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയില്ലായിരുന്നു. ആ കൂടി 2 മണിക്കൂർ എന്തോ ഉറങ്ങിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫേസ് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. അല്ലാതെ വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഒരു സെറ്റിലെല്ലാം ഡോൺ കറക്റ്റായിട്ട് ബ്ലാങ്കായ പേപ്പറിൽ എന്തും വരയ്ക്കാറ്. ഡോൺ നേരെ ബ്ലാങ്ക് ആക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാന്നൊക്കെ. അല്ല, ആ സമയത്ത് കൈയുടെ ഷോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എവിടെയാണോ പ്രോബ്ലം അവിടെ ടെൻഷൻ അടിക്കാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യും. ഡോണ് വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ആദ്യം കൈയുടെ ഷോട്ടായിരുന്നു അല്ലേ? ബാക്കിന്റെ ശരിക്കും ആർട്ടിസ്റ്റുകളെ ഭയങ്കര കംഫർട്ട് ആക്കുന്ന ഒരു ഡയറക്ടറാണോ? അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു സൗഹൃദം അതുപോലെ തന്നെയാണ് മൂവ് ചെയ്യുക. സീനിലാണെങ്കിൽ പോലും ഇപ്പം ചേട്ടൻ അങ്ങ് ദൂരെ ഇരിക്കുകയായിരിക്കും, ഇപ്പം നമ്മളെ സീനിൽ ഇരിക്കുകയാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം നമുക്കൊരു ടെൻഷനുണ്ട്, ഇത് എന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഇപ്പം ലൈറ്റ് ക്യാമറ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസിലേക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ. ഇതെന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രാപ്തി കേൾക്കേണ്ടി വരുന്ന ദൈവമേ എന്ന് പേടിച്ചാണ് ഞാൻ ഞെട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചേട്ടൻ അവിടെ നിന്ന് എണിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ആകാശ്മനെ അത് ചെറുതായിട്ടൊന്നും വർക്കായിട്ടില്ല, കൊള്ളാം, അങ്ങനെ തന്നെ പിടിച്ചാൽ മതി, കുറച്ചും കൂടെ. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസം എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അത് പുള്ളി തന്നെ എന്നെ ആ ഒരു കംഫോർട്ട് സോണിൽ, എനിക്കൊരു ചെറിയൊരു ഭയം എന്ന് വേണമെങ്കിൽ പറയാം, അതൊരു കംഫോർട്ട് സോണിലേക്ക് എത്തുകയും പിന്നെ അത് നാച്ചുറലി പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആ 30 days നമ്മൾ പിന്നെ ഒരു ഫാമിലി പോലെ അടിപൊളിയായിരുന്നു. ആകാശിന് ഷാജി ചേട്ടൻ്റെ നിന്ന് കിട്ടിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഈ സിനിമോനെ ഇങ്ങനെ അഭിനയിക്കുമോനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോനെ എന്ന് പറഞ്ഞിട്ടുള്ളത്? എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ ഷാജോട്ടനെ സംബന്ധിച്ച് റിയാക്ഷൻ വെച്ചൊരുമാതിരി വെറുതെ ഈ കാർഡ്സ് എടുത്ത് കളിക്കും പോലെയാണ് പുള്ളിക്ക് ഇമോഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും, കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഏത് ഇതിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാക്കി ഞാൻ ആ ഇമോഷനിലേക്ക് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടാവും. ഐ മീൻ അത്രയും ഡ്യൂറേഷൻ എടുക്കുമല്ലോ. അപ്പൊ ചില സീനുകൾ കയറുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ചിലപ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി ടെൻഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരുപാട് ലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഷാജോട്ട്. അതായത് എന്നെ ഇങ്ങനെ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത്, നമുക്കൊരു വിഷയം അത്രേ ഉള്ളെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രിപ്പയർഡ് ആവും. നമുക്ക് വിഷയമല്ല പക്ഷെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം നോക്കി ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയി പോകും. അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വേറെ ആൾ എനിക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് പറയുന്നു ഇങ്ങനെയാണ് അതിൻ്റെ മീറ്റർ ഇങ്ങനെയായിരിക്കും, നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് പറഞ്ഞു തരുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ നമുക്ക് പ്രോബ്ലം ഉണ്ടാകും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ പോലും നമുക്ക് ഈ പറയുന്ന 2ാമത്തെ തവണ ഒരു റീടേക്ക് 2-3 തവണ പോകുമ്പോൾ നമ്മൾ നെർവസ് ആവും, അപ്പോൾ നമുക്ക് ടെൻഷനാകും. പിന്നെ ഇത് കറക്റ്റ് ആവുമോ, ആ ഡയലോഗ് തീർക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കംഫർട്ടായ സംവിധായകൻ വരുമ്പോഴാണ്. അവർ മൂഡ് ഓഫ് ആയാൽ നമ്മളെല്ലാം പോകും, നമുക്ക് പിന്നെ പ്രോബ്ലം ആയിരിക്കും. അവർ കംഫർട്ടാവണം ആദ്യം, അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ കംഫർട്ട്, അതിലായിരിക്കും ഏറ്റവും നല്ല റിസൾട്ടുകൾ ഉണ്ടാവണം. അതാണ് ഈ സൗഹൃദങ്ങളുടെ സിനിമകൾ. ഇപ്പോൾ പ്രിയൻ സാറ് മോഹൻലാൽ കൂട്ടുകെട്ട് അവരുടെ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഹ്യൂമറിൻ്റെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അവർ ഒരുമിച്ചുള്ളൊരു ടീം വർക്ക് തന്നെയാണ്. മലയാള സിനിമയിൽ ഇപ്പോഴും ഉള്ള എല്ലാവർക്കും ഒരു ടീം ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് സക്സസ് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കറിയില്ല. സക്സസ്സിന് വേണ്ടി ഞങ്ങൾ ആണ് ഈ വർക്ക് ചെയ്തത് മുഴുവൻ. പക്ഷേ ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഒരു സിനിമയുടെ ഒരു സമയം കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു ബോണ്ട് അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ? അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അത് നമ്മൾ അതുപോലെ കീപ്പ് എല്ലാവരെയും അതുപോലെ കംഫർട്ടാക്കി ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഇതിലും ഒരു കോമഡി റോളാണോ ചെയ്തിട്ടുള്ളത് ഷാജി ചേട്ടൻ? പറഞ്ഞതിൽ ട്രെയിലർ കണ്ടായിരുന്നോ? ആ ട്രെയിലർ അതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ കോമഡി ഉണ്ട്, പക്ഷേ സിനിമയിൽ കോമഡി അല്ല. അല്ല. അല്ല, അതാണ്. പക്ഷെ ആൾക്കാർക്ക് എപ്പോഴും കൂടുതൽ ഷാജി ചേട്ടനെ കാണാൻ ഇഷ്ടം ഒരു കോമഡി ആക്ടർ അതെ അതെ, അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞല്ലേ. അതെ. പക്ഷെ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡോൺ എന്നെ കാസ്റ്റ് ചെയ്തത്, ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിലെന്തെങ്കിലും സക്സസ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഡോണിൻ്റെ ക്രെഡിറ്റ് ആയിരുന്നു ഞാൻ പറയുള്ളൂ. എനിക്ക് തന്ന സ്പേസ് ആണ് ഏറ്റവും നല്ലത്. അതെ അതെ. ബാക്കി ആസ് എൻ ആക്ടർ ഞാൻ പെർഫോം ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്തേ പറ്റും. അപ്പം അതിൽ വീഴ്ച വരാതെ ചെയ്യുന്നുണ്ടേതാണ്. പക്ഷെ ഹ്യൂമർ എന്നും എനിക്കിഷ്ടമുള്ളതാണ് അത്. പക്ഷെ അത് ജീവിതത്തിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള ആളാണ് ചേട്ടൻ. ഞാനാ തമാശക്ക് പറയാറുണ്ട്. ഞാൻ തമാശകൾ പറയും. ഞാൻ എപ്പോഴും എല്ലാ കാര്യവും തമാശയിൽ എടുക്കുന്ന ആളാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ മിണ്ടായിരിക്കുന്ന ഇന്നലെ ചേട്ടൻ്റെ അടുത്ത് ഇത് ചോദിച്ചു, ചേട്ടാ ചേച്ചിയുടെ ഒരു ഭാഗ്യം, ചേച്ചി ഡെയിലി ചിരിച്ച് ചിരിച്ച് മരിക്കുമായിരിക്കും. അപ്പോഴും ചേട്ടൻ പറയും എവിടെ അവിടെ ഇപ്പൊ എന്റെ കോമഡിക്ക് ഒന്നും ചിരിക്കാറില്ല. കോമഡി പറയുന്നതിന് മുമ്പ് ഒന്ന് പറയണേ കോമഡിയാണ് ഇതെന്ന്. അല്ല, അവർ 100 ടെൻഷൻ്റെ ഇടയിൽ ചെയ്യാൻ പോയിട്ട് അസ്ഥാനത്തുകാർ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും റിയാക്ഷൻ ഉണ്ടാവും. അതെ, ചട്ടി എടുത്ത് തലയിൽ. ഇതിപ്പോൾ ഇത്രയും സീരിയസ് ആയിരിക്കുന്ന ഡോൺ ഹ്യൂമർ പറയും അസാധ്യമായിട്ട്. ആണോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും, എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ഹ്യൂമർ നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ ആകാശം പറയുന്ന സമയത്ത് അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യുന്നത് ഇതിനൊക്കെ ഹ്യൂമർ ഉണ്ടാകും. പക്ഷെ നമ്മൾ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും എന്താണ് മുകളിലേക്ക് എന്തെന്നുള്ളതല്ല ചെയ്യുന്നത്. ജീവിതത്തിൽ ഡോൺ ചേട്ടൻ കോമഡിയൊക്കെ തമാശയൊക്കെ പറയാറുണ്ടോ? എപ്പോഴും രണ്ടുപേരും കുറച്ച് ഇതായിട്ട് സംസാരിക്കുമ്പോൾ ചേട്ടൻ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതുകൊണ്ട് കംഫർട്ട് ആവണം, അതായത് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവണം, അപ്പോഴേ സംസാരിക്കണം. അല്ലെങ്കിൽ ഒന്നും പറയാറില്ല, എല്ലാം കേൾക്കുക. നല്ല ലിസണറാണ്, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അല്ല 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 ലിസണറാ. എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. അതാണ് എനിക്ക് നമ്മൾ ഇത്രയും കാലത്തെ ഒരു സൗഹൃദം. ഈ സിനിമ കൊണ്ട് മാത്രമേ ഫുൾ ഞങ്ങൾ സിനിമയാണ് സംസാരിക്കുന്നത് ഈ നിമിഷം വരെ. 3 വർഷവും ഡെയിലി സംസാരിക്കുന്ന സിനിമയാണ്, വേറെ ഒന്നും ഞങ്ങൾക്കിടയിൽ സംസാരിക്കാറില്ല. അപ്പോൾ അതിനകത്ത് തമാശകളും കാര്യങ്ങളും എല്ലാം പറയും. അപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഫെബ്രുവരി 13-ാം തീയതി വരാൻ പോകുന്നത്. ഇപ്പോൾ ആകാശിന് ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചു. ഇനിയൊരു നെക്സ്റ്റ് ഫിലിമിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ചൊരു പാഠം എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയൊരു ഓർമ്മ എന്തായിരിക്കും? ഡോൺ മാക്സ് പോലത്തെ ഡയറക്ടർ അവിടെ ഉണ്ടാവണേ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്ക്. ഷാജി ചേട്ടൻ കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഓർമ്മകൾ ഇത് എപ്പോഴും എനിക്കൊരു ഫാമിലി പോലെ ആയിരിക്കും. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിനിമ എന്ന് പറയുന്ന ലോകത്തിലേക്കുള്ള ഒരു കടന്ന് കയറുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അത് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. ഡോൺ ചേട്ടന് തിരിച്ച് ഈ ജനറേഷനിലേക്ക് വരാനൊരു താല്പര്യം ഉണ്ടോ? ലൈക്ക് ജെൻസി ആവാനൊരു ആഗ്രഹമുണ്ടോ? ചേട്ടൻ ഓൾറെഡി ജെൻസി ആണ്, വരേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ബാക്കിയുള്ളവർ എന്നെയും കാട്ടിയും എൻ്റെ ജെൻസി പിള്ളേരെയും കാട്ടിയും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ടെക്നോളജി വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും. ഒന്നെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ടെക്നീഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോഴും വെൽ അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും. ഷാജി ചേട്ടാ, ശരിക്കും എന്താ ഈ ജെൻസി എന്ന് പറഞ്ഞാല്? ചേട്ടൻ നോക്കി കാണുന്ന ഒരു ജെൻസി പിള്ളേരെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ. ജെൻസി എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ യൂത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരാണ്, അടിച്ചുപൊളി പിള്ളേരാണെന്ന്, അതാണ് എൻ്റെ ഒരു ആണോ? അല്ലേ, അതായിരിക്കാം. പക്ഷെ എനിക്ക് ഞാൻ പറയുന്നിടത്തോളം ആക്ച്വലി അത് പറയുന്നത് ഒരു അടിപൊളി എന്നുള്ളല്ലോ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ അടിപൊളി പിള്ളേരെന്നുള്ളത്. അത് ഈ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഏതൊരാളും ഈ പറയുന്ന ജെൻസി അതിൽ തന്നെ വരുന്ന ആൾക്കാർ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് താഴെയാണെങ്കിൽ ഇപ്പോൾ ഡോണിൻ്റെ ഏജിലുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്ന പോലെ ഒന്നും ചിലപ്പോൾ അവർ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെ വേറെ ഇതുണ്ടാവില്ല. നമുക്ക് നമ്മളുടേതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ലൈഫിൽ. ഞങ്ങൾ ഈ പറയുന്നത് ആദ്യമായി ഫോണും ആദ്യമായി പേജറും ആദ്യമായി മൊബൈലും എല്ലാം നമ്മുടെ കാലത്തല്ല, ഈ ഒരു കാലഘട്ടത്തിൽ യേശുദാസിൻ്റെ, മമ്മൂട്ടി, മോഹൻലാലിൻ്റെ അങ്ങനെ പറയുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം, ഡോണിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് ലെജൻസിൻ്റെ കൂടെ നമ്മൾ
സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഞാനൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അതല്ല ലൈഫിൽ. അത് അപ്പോൾ സത്യം. അപ്പോൾ ഇപ്പോഴും പുതിയ പിള്ളേരുടെ കൂടെ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകണം. ശരി, ഇനിയിപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ആകാശിൻ്റെ പറയാൻ കൂടെ കഥയില്ലാത്ത പോലെ ആ നിങ്ങൾക്കൊക്കെ പറയാൻ ഒരുപാട് ഒരുപാട് കഥകളുണ്ടാവും. കഥകളും എക്സ്പീരിയൻസും ഉണ്ട്. മാത്രമല്ല ഇപ്പോഴും ഈ പിള്ളേരുടെ കൂടെ എന്താണോ ഇവരെന്താ ആകാശ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ പോകും. എങ്ങനെയായാലും നമുക്ക് വിഷയമല്ലല്ലോ. നമ്മളപ്പോൾ ചോദിക്കുമ്പോൾ അതിന് ജെൻസി എന്ന് വേറെ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അതെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കാണിച്ച ഉടായ്പകളെല്ലാം നമ്മുടെ മക്കള് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ലേ? ഞാൻ വളരെ ഡീസൻ്റ് ആയിരുന്നു, ഉടായ്പയില്ല. ആ പറഞ്ഞതിലേ ഒരു ഉടായ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് അന്നത്തെ കാലത്ത് ഇന്നൊക്കെ ചിന്തിക്കുന്ന ഉടായ്പകളൊന്നും അന്നത്തെ കാലത്തില്ല. അതായത് ചെറിയ ചെറിയ കളത്തരങ്ങളൊക്കെ. അന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ വായി നോക്കുന്നതായിരുന്നു ഏറ്റവും വലിയ കുറ്റം ആ അല്ലേ? എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നോക്കിയെന്നുള്ളതാണ് കുറ്റം. ഇന്ന് അതാണോ? ആ കാലഘട്ടം മാറിയില്ല. ഇന്ന് ഒരുമിച്ച് ഒരു ഐസ്ക്രീം അന്നൊരു കാലത്ത് ഒരു സിനിമയ്ക്ക് ഒരു ഐസ്ക്രീം പാർലറിലോ ഒരു കാമുകിയുമായിട്ട് പോകുന്നത് സ്വപ്നം കാണാൻ പറ്റില്ല. അന്ന് CC ക്യാമില്ലല്ലോ, ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് സൗഹൃദങ്ങളും ആ നാടും മൊത്തം ഇവരുടെ കൂടെ സഞ്ചരിക്കുമായിരുന്നു. അതെ. അപ്പോൾ ആ ഭയവും ബഹുമാനവും ദൈവവും ഒക്കെ ഉണ്ടായിരുന്നത് ശരിക്കും അന്നാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ വിശ്വാസങ്ങളില്ല ആക്ച്വലി, ഒരു ഭയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ വിശ്വാസത്തിലൊരു ഭയം ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്കൊരു അതുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു പടി പുറകോട്ട് പോകും. പക്ഷെ അതില്ലാത്ത ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അമ്പലത്തിൽ പോയതുകൊണ്ട് പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം വിശ്വാസം ഉണ്ടാകുന്നതല്ല, ഉള്ളിലൊരു ഭയം ഉണ്ടാകും. അതാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആരെയോ നമ്മൾ ഭയക്കുന്നു. അച്ഛനും അമ്മയും ഭയക്കില്ല ഒരു പരിധി വരെ, അത് ചെറിയ ഭയം ഉണ്ടാവുള്ളൂ. പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഒരു ഭയം നമുക്ക്, അല്ലെങ്കിൽ ബഹുമാനം, അല്ലെങ്കിൽ അതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വഴിതെറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലല്ലേ? അതിനുള്ള അവസരങ്ങളുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് വളർന്നു വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡാർക്ക് സൈറ്റ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ അടുത്ത ജനറേഷൻ വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം അല്ലേ? ഒരുപക്ഷെ അതായിരിക്കും. അതെന്താണെന്ന് അറിയാനുള്ള അതിന് മെൻഷൻ ചെയ്യുന്ന, അല്ലാതെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു സിനിമയല്ല. നമ്മളത് മെൻഷൻ ചെയ്യുന്ന സിനിമയാണത്. ഇത് നാളെ സംഭവിക്കും. അപ്പോഴും നമ്മൾ ജെൻസി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ജെൻസിയിലേക്കോ അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജെൻസി തന്നെയാണ് ചേട്ടൻ. പണ്ട് കാണുമ്പോഴും ഇപ്പൊ കാണുമ്പോഴും ചേട്ടൻ ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, ഒരു മാറ്റമില്ല. അഭിനയത്തിലെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ട് ഡോണി സിനിമയിലെടുത്ത് കാണാൻ. അപ്പൊ അതിലും മാറ്റമില്ല. മുദ്രകൾ ശ്രദ്ധിക്കണം അല്ലേ? മുദ്രകൾ ശ്രദ്ധിക്കണം. മുദ്ര ശരിക്കും ഷാജിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ഒരു രഹസ്യമില്ല. സമാധാനമായിട്ട് എന്നും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മളെന്നും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ സംസാരിക്കുമ്പോഴും. അതുകൊണ്ട് സൗന്ദര്യം ഉണ്ടാവണം എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് എല്ലാ ഏജും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അല്ലേ, നമ്മൾ മുന്നോട്ട് പോകുന്ന എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റൂ, ഏജ് കൂടിയാലും. ഓരോ നിർത്തിയില്ല, നമ്മളെല്ലാം സംഭവിക്കുന്ന ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഈ ഏജിലെത്തുമല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവിച്ചത്ര പോലും സന്തോഷമായിട്ട് ജീവിക്കാൻ ഇനിയൊരു ജനറേഷന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഇതേ ഉള്ളൂ. നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്താണെന്ന് നമുക്കറിയില്ല. ആണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ നിമിഷം നമ്മൾ ഹാപ്പിയാണോ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലേ? ഞങ്ങൾ ആ മൊമെൻറ്റ് അതേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഫെബ്രുവരി 13 ഞങ്ങൾ ഹാപ്പി ആവണം, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഇപ്പോൾ ചിന്തകളിൽ വേറൊന്നുമില്ല, ഈ സിനിമയാണ്. ഫെബ്രുവരി 13 വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? അന്ന് ആകാശിനറിയാം, പറഞ്ഞു. 14 വാലന്റൈൻസ് ഡേ. അതിന് മുന്നേ ഒരു ദിവസം ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താ? ഫ്രൈഡേ 13 അല്ല, വാലന്റൈൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന അല്ല, അന്ന് കിസ് ഡേ ആണ്. ഈ വാലന്റൈൻസ് ഡേ വരുന്നതിന് മുമ്പ് കുറെ ഡേയ്സ് ഉണ്ട്. കിസ് ഡേ, ഹഗ് ഡേ. അന്ന് പടം സക്സസ് ആയിട്ട് ഞാൻ ഡോൺ ഒരു കിസ് അതായിരിക്കും അറിയപ്പെടുന്ന കിസ്. അത് സംഭവിക്കും. അതെ. എനിവേ, ഫെബ്രുവരി 13 നമ്മുടെ സിനിമ റിലീസാണ്. കിസ് കൊടുക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് 3 പേർക്കും? പടം അടിപൊളി പടമാണ്. ദേവിയത് എല്ലാവരും വന്ന് കാണണം. ഫെബ്രുവരി 13 തിയേറ്ററിൽ തന്നെ വരണം. കാരണം അത് എൻറ്റയർലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഫാസ്റ്റ് കട്ട്സും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഷോർട്സും എല്ലാം ഉള്ള ഒരു പടമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും
നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചേട്ടാ അതെ, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അപ്പോൾ അത് മാക്സിമം തിയേറ്ററിൽ തന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനത്തെ നമ്മൾ ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പം അത് തിയേറ്ററിൽ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ഇനിയും ഈ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ ഫിലിം മേക്കേഴ്സിനും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. അപ്പോൾ അതാണ് ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ വന്ന് കാണാൻ ട്രൈ ചെയ്യുക. ട്രെയിലർ എല്ലാവരും കാണുക. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിൽ കൂടുതൽ ഇഷ്ടം ആ സിനിമ കാണുമ്പോഴാണ്. ഫെബ്രുവരി 13 പുതിയ പ്രമേയവുമായി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയും. നിങ്ങൾ പുതിയതായിട്ട് ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആവും ഈ സിനിമ, അതിൽ ഡൗട്ടൊന്നുമല്ല. ആ സിനിമ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോണറിലുള്ള പൂർണ്ണമായിട്ടും ഡോൺ മാക്സ് സിനിമ. അപ്പോൾ എനിവേ ആ ദിവസത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. എല്ലാവരും പോയി കണ്ട ആ സിനിമ സക്സസ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.